തിരുവചനം പറയുന്നു, യൂദയുടെ ലേഖനം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മിഖായേലിനോട് അവിടെ തർക്കിക്കാൻ വേണ്ടി വന്നവൻ സാത്താനാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ തർക്കം ആരാ കൊണ്ടുവരുന്നതെന്ന്. വീട്ടിൽ തർക്കം ആരാ കൊണ്ടുവരുന്നത് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ തർക്കവും വാദവും ആരാ കൊണ്ടുവരുന്നത്? സാത്താനാ വരുന്നത്. മോശ സ്തോത്രം കോപിച്ചത് കൊണ്ട്, മോശ ഒരിക്കൽ കോപിച്ചത് കൊണ്ടാണ് ഒരു വാഗ്ദത്തത്തിൽ കടക്കാൻ കഴിയാത്തത്. മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ, അപ്പോൾ സാത്താൻ ആ തർക്കവാദവുമായി കടന്നു വന്നപ്പോൾ സ്തോത്രം അതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് ദൂതൻ പറഞ്ഞതേ ഉള്ളൂ. മിഖായേലിൻ്റെ താഴ്മയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മിഖായേൽ സ്തോത്രം തർക്കിച്ച് ജയിച്ചു എന്നല്ല അവിടെ പറയുന്നത്. മിഖായേൽ പറഞ്ഞു സ്തോത്രം കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. അതെന്താ മിഖായേലെ കർത്താവ് ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ നീ ഒഴിഞ്ഞു മാറിയത്? അത് സുരേഷേ, അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ തന്നെത്താൻ അങ്ങ് നിഗളിച്ചു. അതോടെ അവൻ്റെ ആപ്പീസ് പൂട്ടി. ആ ലൂസിഫറിന് വന്ന ആ അബദ്ധം എനിക്ക് വരാതിരിക്കേണ്ടതിന് പലരും തർക്കവും വാദവും പൊളിറ്റിക്സും കസേരക്കളിയും ഒക്കെ കൊണ്ട് പലരും ഷെഡിൽ കയറിയപ്പോൾ പലർക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടവ പറയാൻ പേടിയാ ദൈവമക്കളെ, പറയാൻ പേടിയാ അറിയലേ. അവർക്ക് വന്ന ഗതികേട് നിനക്ക് വരാതിരിപ്പാൻ ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് സൈലൻ്റ് ആയിരിക്കുക. കാരണം കാലമല്ല തെളിയിക്കുന്നത്, കർത്താവാണ് തെളിയിക്കുന്നത്. കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം.